നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. നമ്മുടെ സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും ആകാതെ ആ സങ്കടത്തിൽ വന്നിട്ട് വീഡിയോ ഇട്ട് മെഴുകുന്ന ഒരുപാട് പേരുണ്ട്. അതിലെ പ്രമുഖ വ്ളോഗറായ സജിനി വ്ളോഗറുടെ കുറച്ച് വാക്കുകൾ കുറച്ച് എഴുതുന്നുള്ളൂ. ബാക്കി പിന്നെ ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഇവരോടൊന്നും ഇവരുടെ ഇങ്ങനെ കുറേ ഇട്ടിട്ട് അത് ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് കുറച്ച് കേട്ടുള്ളൂ. എന്താ ഇപ്പോൾ കേൾക്കാനുള്ളത്? ഇവർ അങ്ങനെ ഇങ്ങനെ കള്ളമല്ല എന്തായാലും പറഞ്ഞ് അതിന് പിന്നെ നമ്മളിങ്ങനെ ഖണ്ഡിച്ചിട്ട് എന്താ കാര്യം? കള്ളമാണ് പറയുന്നത്. നമുക്ക് കേൾക്കാം കേട്ടോ. വെക്കുന്നിട്ട് കൊടുത്തിട്ട് വരാം. ഹായ്, ഹലോ, നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നടന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇപ്പൊ നടന്ന സംഭവം അറിയാവേ. എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കാണുന്നത്, ഞാൻ ഈ വീഡിയോ ഇടുന്നതും. ഓക്കെ, അപ്പോൾ ഇന്നലെ സന്ദീപിനെ അറസ്റ്റ് ചെയ്ത് തൃക്കൊടിത്താനം സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇപ്പം അതിന് ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് തന്നെ ഉണ്ട്. ഇത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന കേസൊന്നും അല്ല, എങ്കിലും അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ള രീതി. നിങ്ങൾ തന്നെ നിസ്സാരമായിട്ട് കണ്ടാണ് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിനി. മിനിമം റിമാൻഡ് അതൊരു ഇല്ല എന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ അതൊക്കെ അച്ഛൻ മറ്റേ സാധനവും പിടിച്ചുങ്ങാണ്ട് ലിസ്റ്റ് കെട്ടും. ഞാൻ നമ്മളൊരു പദവിനെ മാനിക്കണമല്ലോ, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സന്ദീപിന് ജാമ്യം കിട്ടി. അത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചിട്ടുള്ളത്. വന്ന് ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ട് ഉളുപ്പുണ്ടോ? അത് നിങ്ങൾ പറയാൻ പാടുണ്ടോ? കുറച്ച് ഉളുപ്പ് വേണ്ടേ? അത് ആരെങ്കിലും വന്ന് ജാമ്യം ചോദിച്ച് കഷ്ടപ്പെട്ടാൽ കിട്ടിയതെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടിട്ടുണ്ട്. അത്രക്കും സില്ലിയായ കാര്യമാണത്. അവരുടെ ജാമ്യത്തിൽ തന്നെ, പോലീസുകാരുടെ ജാമ്യത്തിൽ തന്നെ വിട്ടിക്കുന്നത്. എന്ത് ചെയ്യും? ലൈവൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു തമാശയായിട്ട് തോന്നിയ ഒരു വാക്കാണ്. അത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കൂടി ഇരുന്നുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ബാധിക്കപ്പെട്ട് നമ്മളെ മനസ്സ് നൊന്ത് നമ്മളൊരു കേസ് കൊടുത്താൽ അതിനകത്ത് സത്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കിടന്ന് വെപ്രാളം കാണിക്കുന്നതും വ്യവഹാരം കാണിച്ചു കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഒരാളുടെ പേർക്ക് ഞാൻ കൊണ്ടൊരു കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്നത് അയാൾ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, അത് നമുക്ക് പൊള്ളിയിട്ടാണ് നമ്മൾ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ആ സത്യം അവിടെ മൂടപ്പെടാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുക്കുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പൊ തിരിച്ചോ? അല്ലാതെ എന്താണ്? അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം പഴയ അടവാണ്. അതൊക്കെ കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. നമ്മളെ ഒരു കാര്യം ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാകാനൊക്കൂലേ? അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? എന്തുകൊണ്ട്? പക്ഷെ നമ്മളത് നമ്മൾ ഇത്ര തെറ്റുണ്ടെങ്കിലും നമ്മളത് വിശ്വസിക്കുക. അവർ നമ്മളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യും. അപ്പോൾ അവനത് ചെയ്തിരിക്കണം. അപ്പോൾ ഒന്ന് അവന് ഉണ്ടാവില്ല. നമ്മൾ പണ്ടൊക്കെ പറയും ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഖുർആൻ തൊട്ട് സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ബൈബിൾ തൊട്ട് സത്യം ചെയ്താൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്താൽ. അപ്പോൾ തെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ തൊടുമല്ലോ. പക്ഷെ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ പിടിച്ചു. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടാക്കുക? നമ്മൾ വിശ്വാസമുള്ളവനാകും. അതുപോലെ സംഭവം പ്രിയപ്പെട്ട നോബലച്ചൻ നടത്തിയതാണ്. ഈ പറഞ്ഞ വ്യക്തി എന്റെ പേർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? അപ്പോ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറ, പക്ഷെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് നിന്റെ അടുത്ത് നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു സംശയം ഉണ്ടാകണ്ട. ഷെഫീന ബീവി അല്ലേ? അവര് വെറുതെ പോയിട്ട് എവിടെയും കേസ് കൊടുക്കൂല. നിന്റെ നാവ് വഴച്ചെന്തെങ്കിലും പറഞ്ഞു കാണും. നീയൊക്കെയല്ലേ ആള്. അതിനൊന്നും എൻ്റെ പൊന്നു സജീന, അതൊന്നും അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ചിലത് കഴിയാൻ നന്നാകൂല എന്നൊരു ഇതുണ്ട്. അതൊന്നും നിന്നെ കൊണ്ട് പച്ചക്ക് പറയിപ്പിക്കല്ലേ. അതാണ് പബ്ലിക്കായിട്ട് യാതൊരു അലിഗേഷനും ആരെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ പേഴ്സണലായിട്ട് പറഞ്ഞ ഒരു സംഗതിക്ക് എന്റെ പേർക്ക് കൊണ്ട് കേസ് കൊടുത്തു. അതെന്തിനാണ്? ഞാൻ ആ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്റെ പേർക്ക് കൊണ്ട് കേസ് കൊടുത്തത്? അതോ അങ്ങനെ ഇതിലും നല്ലത് കുറച്ച് വൈറ്റ് സിമെന്റ് വാങ്ങിക്കൊണ്ടുപോയിട്ട് അച്ഛനെ അങ്ങ് നിർത്തിയിട്ട് അങ്ങ് 2-3 കോട്ടങ്ങ് അടിച്ചേക്ക്, എന്നിട്ടൊരു പ്രൈമറും കയറ്റിക്കോ. അതാ നല്ലത് കേട്ടോ. അങ്ങ് വെളുത്തോളൂ. അല്ലെങ്കിൽ സ്പ്രേ പെയിന്റ് കൊണ്ട് അടിച്ചോളൂ. വെളുത്തത് തിളങ്ങണം. രാത്രി ആകുമ്പോൾ ഇങ്ങനെ തിളങ്ങണം.
റോട്ടിലൊക്കെ അടിക്കുന്ന ഒരു സംഗതിയില്ല. അപ്പൊ അതിന് മാനക്കേടുണ്ടായി, ഒരു നാണക്കേടുണ്ടായി. അതുകൊണ്ടാണോ കൊണ്ട് കൊടുത്തത്? അതെനിക്ക് വ്യക്തമാവുന്നില്ല. അപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് വ്യക്തമാകാൻ മിനിമം ഒരു ബുദ്ധി വേണം, മിനിമം ബുദ്ധി വേണം. അനക്കതില്ല, അനക്കുമില്ല, വേറൊരാൾക്കുമില്ല. അതുകൊണ്ടാണ് എത്ര ആൾക്കാർ എന്നെങ്കാട്ടിലും വലിയ ആൾക്കാർ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടും നിങ്ങളിങ്ങനെ മാനം കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പോൾ ഒരു കിച്ചുവിൻ്റെ അവൻ്റെ അമ്മയുടെ വോയിസ് ഇട്ട് പറഞ്ഞു വന്നില്ലേ, ഓട്ടത്തരം. അതൊന്നും പറയുന്നില്ല ഞാൻ. ഒരു രൂപീകരണവും ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ചെയ്യുമ്പോൾ അതിന് വേറൊരു രൂപീകരണം. അതെന്താ എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞുതരാം. അത് ആളുകളുടെ ഇത് വെച്ചിട്ടാണ്, ക്യാരക്ടർ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. അത് ചില ആളുകൾ അങ്ങനെ എന്താ പറഞ്ഞുതരാം ഞാൻ. അത് ആൾക്കാരുടെ സ്വഭാവം അതങ്ങനെയാണ്. അത് കിട്ടുന്നില്ല നീളെ അത് പറയാനേ. നമ്മൾ പറയൂലേ, അതാണ് എൻ്റെ കാര്യത്തിലൊന്നും അത് ചിന്തിക്കണ്ട. മാർക്ക് ഇട്ടു, സീലും വെച്ചു, ബാക്കിയുള്ളവരതൊക്കെ ഒന്ന് ആണോ അല്ലയോ അന്വേഷിക്കണം. നിന്റെ കാര്യത്തിലൊന്നും അന്വേഷിക്കണ്ട. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായ പറഞ്ഞത്. അതായത് ഇപ്പൊ എന്റെ പേർക്ക് ഒരാള് കേസ് കൊടുത്തു, എന്റെ പേർക്ക് ഒരാള് കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത വ്യക്തി പറയുന്നത് എന്റെ അഭിമാനം, എന്റെ മാനത്തിന് വില പറഞ്ഞു, എന്നെ ഇൻസൾട്ട് ചെയ്ത്, എന്നെ ഹറാസ് ചെയ്തതിന് മനസ്സ് നൊന്നിട്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് അവര് പറയുന്നത്. ഓക്കെ, തിരിച്ച് ഞാൻ ആ വ്യക്തിയുടെ പേർക്ക് ഒരു കേസ് കൊടുത്തത് ഞാൻ പറയുമ്പോ കഷ്ടപ്പെടണ്ടായിട്ട് പോയി ഒരു വൈറ്റ് സിമെന്റ് വാങ്ങിയിട്ട് പൊട്ടിയും കയറ്റിയും കണ്ട് പെയിന്റ് അടിച്ചു കൊടുക്കും മൂപ്പർക്ക്. ഞാൻ ആ വ്യക്തിയുടെ പേർക്ക് കേസ് കൊടുക്കുമ്പോ അവര് തന്നെ പറയുന്നത് എന്താണ്, ഈ കേസ് കൊടുത്തത് ഞാൻ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, അത് പൊള്ളിയത് കൊണ്ടാണ് എന്റെ പേർക്ക് കൊണ്ട് കേസ് കൊടുത്തതെന്ന് ആ വ്യക്തി പറയുന്നു. ആ ഒരു സർക്കിൾ, അതായത് ആ ഒരു ക്ലോക്ക് വൈസും മദർ ക്ലോക്ക് വൈസും കിടന്ന് കറങ്ങുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ അഭിമാനത്തിന് ക്ഷതം പറ്റുമ്പോ നമ്മൾ കൊണ്ട് കേസ് കൊടുത്താൽ നമ്മൾ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, അത് മൂടി വെക്കാനും അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടാണോ നമ്മൾ കേസ് കൊടുക്കുന്നത്? അത് ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അത് എനിക്ക് ഒരു തരത്തിൽ എനിക്ക് ആലോചിച്ചിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. മിനിമം ബുദ്ധി വേണം, മിനിമം ബുദ്ധി. അത് അനക്കൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ ആദ്യം എന്ന് പറഞ്ഞ ഈ ബിഷപ്പ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ ടൈമിൽ എടുത്ത് നെഗറ്റീവ് വീഡിയോ ഇട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഞാൻ അതിനകത്ത് എനിക്ക് കുറേ മെസ്സേജസ് വന്നു, കുറേ മെസ്സേജ് പേരുൾപ്പെടെ വന്ന ബ്രഷ് ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അത് നിർത്തി കൊടുക്കായിരുന്നു അടിക്കാൻ. ഇതൊന്ന് വായിക്കണേ എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്ന മെസ്സേജുകളെല്ലാം എടുത്ത് ഞാൻ പബ്ലിക്കിലോട്ട് ഇട്ടു കൊടുത്തു. കാരണം ആ മെസ്സേജാണ് ഞാൻ വായിച്ചത്. അതല്ലാതെ ഞാനൊരു സാങ്കല്പിക കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്നാണ്, നിങ്ങളൊക്കെ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടാനും നിങ്ങളൊക്കെ സെറ്റാണ്. നിങ്ങളൊക്കെ ഒരു മാലയിൽ കുറച്ച് മുത്തുകളാണ് കേട്ടോ. അവിടുത്തെ നിങ്ങൾ ചർച്ച ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഇടി ആ കഥാപാത്രത്തിന്റെ പേര് ഇതാണ്, ഈ കഥാപാത്രത്തിന്റെ പേര് അതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വന്ന കമന്റ് അത് ഇപ്പോഴും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. കമന്റാണ് ഞാൻ വായിച്ചത്. കുറച്ച് അങ്ങോട്ട് പോക അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അത് സത്യമാണോ കള്ളമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഒരാൾ മെസ്സേജ് അയച്ചത് നമ്മളത് പബ്ലിക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഒരു കുറ്റബോധവും ആ പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയില്ലേ എന്നൊരു ബോധ്യം വന്നത് കൊണ്ടാണ് ഞാൻ നേരിട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് സോറി പറയുകയും ചെയ്തു. അതും പോയത് എപ്പോഴാണ്? എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ്. ഇപ്പൊ ഈ നിമിഷം വരെയും ആ കേസ് പിൻവലിക്കാനോ അതിൽ നിന്ന് എന്നെ ഒന്ന് വിടുതല ചെയ്ത് തരാനോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വീഡിയോസ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല. മനസ്സിലായ? ഇത് ഞാൻ ഇപ്പൊ ഈ വിശദീകരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമന്റ് വന്നായിരുന്നു, നീയും ഇതിനെക്കാട്ടി എമ്പരം ബിഷപ്പിനെ പറഞ്ഞാൽ ഇപ്പൊ നീ എന്താണ് ഇപ്പൊ അങ്ങനെ പറയുന്നത്? അവിടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാനൊരൊറ്റ അതൊന്നും ഈ പറയണ്ട, നിങ്ങൾ വെളുപ്പിക്കുകയാണ്. ഈ ഞാൻ ഒറ്റ വാക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങൾ മാറി ഇരുന്ന് കരഞ്ഞോളി. എന്നിട്ട് ചില പോസ്റ്റുകൾ വരുന്നുണ്ട്, സന്ദീപിനെ റിമാൻഡ് ചെയ്തു, സന്ദീപിനെ വീട്ടിൽ പോയി തൂക്കി, സന്ദീപിനെ ഒരു യൂട്യൂബറെ പിടിച്ചു, ഇനി ആദ്യത്തെ യൂട്യൂബറെ പിടിച്ചു, ഇനിയും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ് ഇറങ്ങുന്നുണ്ട്. അതിങ്ങനെ വായിച്ചിട്ട് നിർവൃതി കൊണ്ടു, നിർവൃതി.
അതിങ്ങനെ കൊണ്ടുങ്ങാണ്ട് ആത്മസംതൃപ്തി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചോളി കേട്ടോ. ഇവിടുന്ന് മെഴുകാൻ വരല്ലേ, നേരല്ല പോട്ടെ. എന്നാൽ ഇതിങ്ങനെ ഇവർ വെളുപ്പിക്കാണ്. ഇതെന്തിനാ വെറുതെ കേൾക്കുന്നത് കേട്ടോ. ഇവരൊന്ന് വെളുപ്പിച്ചിട്ട് ഫ്രണ്ട്സിൽ ജനാർദ്ദനെ മുക്കിയെടുക്കുന്ന പോലെ ജനാർദ്ദനെ അല്ല ജനാർദ്ദൻ വീഴുമല്ലോ അതുപോലെ എടുത്തിട്ട് വേണ്ടി വന്ന ആദ്യം ചെയ്യും ഇവർ. എന്ത് മനുഷ്യരാണ് നിങ്ങൾ. ഒരു മനുഷ്യനെ അച്ചോ ഞാൻ പറയുമ്പോൾ നിങ്ങളിത് നിർത്തി. ഞാനിതിനില്ല. നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട, ഒന്നും നിൽക്കണ്ട. ഞാനിതിനില്ല. എനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളി. എഴുതി വെച്ചോളി, ഒരു യൂട്യൂബർ നിങ്ങളെ പിറകെ വരില്ല. പക്ഷെ നിങ്ങളായിട്ട് വരികയാണ്. നിങ്ങളായിട്ട് വന്നിട്ട് ഇങ്ങനെ കണ്ണിൽ വരിട്ട് ഇങ്ങനെ കുത്തുകയാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. സന്ദീപ് പറഞ്ഞോളും. സന്ദീപേ പറഞ്ഞില്ലെങ്കിലോ നാട്ടിൽ ഒറ്റ വരുന്നുണ്ട്. ഒക്കെ തരുവണ്ടി അങ്ങനെ കേൾക്കണം. എനിക്കിങ്ങനെ കഥ രാത്രി നിന്ന് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ചിരിക്കണം. അല്ലാത്തതൊക്കെ വായിച്ച് ആരാ പേടിക്കുന്നു. എന്നാൽ ശരി, ഫുഡ് ഉണ്ടാക്കാണ്ട് കേട്ടോ. ഓക്കെ, 11 മണിയായി. ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഫീൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ. ഊരിക്കൂടെ കിടന്നുറങ്ങാണ്. മോരും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മോരും കറി ഉണ്ടാക്കിയപ്പം ഇത് ഞങ്ങൾ കഴിക്കൂല, കോഴിൻ്റെ പാർട്സ് ഉണ്ടാക്കുകയാണ്. അത് കഴിക്കുക വെച്ചു. ആ കഴിക്കുക. എന്നാൽ ശരി, ടാറ്റാ, ബൈ ബൈ. ഓക്കെ ബൈ, നമോഭാഗം. സജിന ഏതെങ്കിലും ഇല്ല. ഓക്കെ എന്നാൽ നാളെ വിളിപ്പിച്ചു കേട്ടോ. അപ്പോഴും തരാം.